ഹലോ നൗസാദാക്ക, നമ്മളെ 25 സെന്റ് സ്ഥലം എന്തായിന്ന് ഒന്ന് വേഗം വിറ്റാട്ടിക്കാണേ. നിങ്ങളോട് എത്ര ദിവസമായി ഞാൻ പറഞ്ഞിട്ട്. എന്റെ 3 പെങ്ങന്മാർക്ക് വീതി വെച്ച് കൊടുക്കാനുള്ളതാണ്. അവരെ മക്കളെ കല്യാണമൊക്കെയാണ് വരുന്നത്. അളയന്മാര് തിരക്കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അവർക്കവിടെ കൊടുക്കാതെ കൊടുത്തു കഴിഞ്ഞാല് ഇന്ത്യ ബാധ്യത ഒഴിവായി കിട്ടും, എനിക്കുള്ള ഷെയറും കിട്ടും. ഒന്ന് വേഗം നോക്കി നിങ്ങള്. 25 സെന്റിന് നമ്മുടെ അടുത്തൊരു ടീം വന്നിട്ടുണ്ട്. 2.5 ഒന്നും കിട്ടൂലെന്ന് നിങ്ങൾക്ക് അറിയില്ല. അവിടെ അങ്ങനെ 2.5 കിട്ടുക. ഒരു 1.25 തോതിലൊക്കെ ഉള്ള ഒരു ടീമാണ്. ഏതായാലും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. എന്നാല് എന്താ വേണ്ടേ? എന്നായിക്കോട്ടെ. എന്നാ അസറിനെസാണ്ട് വരാട്ടാ. ആയിക്കോട്ടെ. ഓക്കെ ശരി. സിദ്ധിയേ, ഞാൻ പറഞ്ഞ ആ സ്ഥലമല്ലേ, 2.5 റുപ്യാണ് ചോദിക്കണത് കേട്ടാ. 2 റുപ്യ കിട്ടണമെന്നാണ് പറയണത്. ഏതായാലും നോക്ക്, ജാർക്ക പറഞ്ഞല്ലോ. എന്നാ നോക്കിട്ടാ. ഓക്കെ. നിങ്ങൾ പറഞ്ഞില്ല സ്ഥലം 25 സെന്റ് നമ്മളെ അടുത്ത് കയ്യിലുണ്ട്. അവര് വില ഇപ്പൊ ചോദിക്കണത് 3 ചോദിക്കണത്. ഓണറായിട്ട് ഞാൻ ബന്ധമുണ്ട്. എന്നാ പോയി നോക്കല്ലേ നമ്മള്. എന്നാ ശരി, ഓക്കെ. ഹലോ സുലിയെ, നീ നിന്റെ പങ്കന്മാർക്ക് പേരെടുക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് ഒരു 25 സെന്റ് സ്ഥലം എന്റെ കയ്യിലുണ്ട്. നല്ല ലേക്കുള്ള സ്ഥലമാണ്. അവർ 3.25 ചോദിക്കുന്നത്. നീ ഇങ്ങോട്ട് വാ, നമുക്കത് ഞാനത് പാകത്തിൽ വാങ്ങിത്തരാം. അളിയാ, ബ്രോക്കർ ബാബാക്ക് വിളിച്ചിട്ടുണ്ട്. 25 സെന്റ് സ്ഥലം ഉണ്ട് എന്നാ പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം. നൗസാദാക്ക, ഇവരെല്ലാരും കൂടി പെരേക്ക് വന്നിക്കണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവരോട്, നിങ്ങൾ പുറത്തിരിക്കും, ഞാൻ ഇപ്പാണ്ട് വരാന്നാണ്. അങ്ങനെ ഇവിടെ ഇരിക്കാണ് എല്ലാരും കൂടി. എന്താ നമ്മൾ ചെയ്യണ്ടേ? സിദ്ധിയെ, ഞാൻ എന്നോടല്ലേ പറഞ്ഞത്? ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ആരാ? ഞാൻ ബാബാനെ മാത്രം കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആരാന്ന് എനിക്കറിയില്ല. സിദ്ധിയെ, ഈ കച്ചവടത്തിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞത് ഞാൻ പനക്ക് വിളിച്ചു. അപ്പൊ ഇത് ഇന്നെ വിശ്വസിച്ച് ഞാനാണ് മുതലാളി, അല്ല നിങ്ങളെ താഴുണ്ടാവുന്ന ആൾക്കാണ് മറ്റുള്ളവർക്ക് വിളിച്ചത്. അപ്പൊ ഈ ബാബാക്ക് വിളിച്ചു, ബാബ വേറെ വിളിച്ചു. ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ ഈ കച്ചവടത്തിന്റെ ജുമാക്കുള്ള ആളുണ്ട്, ഒരു സംസ്ഥാന സമ്മേളനത്തിനുള്ള ആളും ഉണ്ട്. പൊടി മാത്രമേ വരത്തില്ലായുള്ളൂ. അപ്പൊ അതെന്താണ്? നേറിയുള്ള കച്ചവടമാണ്. ഈ നേറിയുള്ള കച്ചവടം എന്ന് പറയുമ്പോൾ എല്ലാ കുടുംബത്തിനും ഇപ്പൊ വിളിച്ചു, മറ്റവനെ വിളിച്ചു, അത് എല്ലാ കുടുംബത്തിനും കിട്ടും. കാരണം ആ കച്ചവടം ചെയ്താൽ എന്റെ കുട്ടികൾക്കുള്ള എനിക്ക് കിട്ടും, ആ മറ്റേ കുട്ടികൾ കിട്ടും. അതുകൊണ്ട് ഒരുപാട് സംഗതികൾ, ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞു പോകും. ഇതാണ് ഈ കച്ചവടത്തിന്റെ. ഈ കച്ചവടത്തിന് നേറി വേണം. അല്ലാതെ ലാസ്റ്റിൽ വിളിച്ച ആള് അവൻ വിളിച്ചുകാണ്ട് നേരെ മുതലാളിക്ക് വിളിച്ചുകാണ്ട് അവന്റെ 2 ആൾക്കാരായിട്ടാണ് പോയിക്കാണ്ട് അത് മുഴുവനും കണ്ട് കൊണ്ടാകാനുള്ള തീരുമാനം അവരുണ്ടാക്കരുത്. അത് ഇന്നത്തെ കാലത്ത് എവിടെ നടക്കില്ല. കൂട്ടായിട്ട് എന്നാലേ ഇത്തരം കാര്യങ്ങൾ വിജയിക്കുള്ളൂ, അല്ലാതെ ഒന്നും വിജയിക്കില്ല. പിന്നെ കരിമാക്ക, സുനിയെ, ബാവ, സിദ്ധിയെ, ഇപ്പൊ എല്ലാവർക്കും റാത്തായില്ലേ? കച്ചവടം നമ്മൾ ചെയ്തിക്കണ്. നിങ്ങളെ കുടുംബത്തിന് സംഗതിയൊക്കെ കഴിഞ്ഞു പോകാനുള്ള വക ഉണ്ടാവും. ആരും പേടിക്കണ്ട.